ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. നമുക്കെല്ലാവർക്കും മഹീന്ദ്ര ബൊലേറോയെ പറ്റി അറിയാവുന്നതാണ്. ബൊലേറോ എന്ന് പറയുന്നത് ഒരു വർക്ക് ഹോഴ്സ് വണ്ടിയായിട്ടാണ് എല്ലായിടത്തും അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഈ സൗത്ത് സൈഡിൽ അങ്ങനെ ഒരുപാട് പേര് വാങ്ങാത്തൊരു വണ്ടിയാണ്. പക്ഷേ എന്നാലും റൂറൽ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ചൊക്കെ പണിയെടുക്കുന്ന വണ്ടി എന്ന രീതിയിലാണ് ഈ വണ്ടി അറിയപ്പെടുന്നത്. പക്ഷേ നോർത്തേൺ സൈഡിലൊക്കെ ആൾക്കാർ അത്യാവശ്യം ഈ ഒരു വണ്ടി വാങ്ങുന്നുണ്ട്. അവിടെ കൂടുതൽ കൃഷിയും പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. അതുമാത്രമല്ല കൂടുതൽ റഫായിട്ടുള്ള ടെറൈൻസിലൊക്കെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാനും ബൊലേറോ പണ്ട് മുതലേ അറിയപ്പെടുന്ന ഒരു വാഹനമാണ്. സോ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി ഈ വണ്ടി അറിയപ്പെടുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുതിയ ജനറേഷൻ മോഡൽ വരുമ്പോഴും അത്തരം കാര്യങ്ങളൊക്കെ ഈ വണ്ടി ചെയ്യണമല്ലോ, അതൊക്കെ തീർച്ചയായും ചെയ്യും. പക്ഷേ അതിന് പുറമെ ഈ പുതിയ ജനറേഷൻ ബൊലേറോ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള വാഹനമായിരിക്കും. നമ്മളിപ്പോൾ കാണുന്ന വണ്ടിയുടെ പ്ലാറ്റ്ഫോമിലായിരിക്കില്ല പുതിയ വണ്ടി വരുന്നത്. ഓട്ടോക്കാർ എന്ത് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പുതിയ U171 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലായിരിക്കും ഈ വണ്ടി വരാൻ പോകുന്നത്. അതുമാത്രമല്ല ഇപ്പോഴത്തെ ബൊലേറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ബോഡി സ്റ്റൈൽ, അതായത് ഒരു 7 സീറ്റർ ടൈപ്പിലുള്ള സൈഡ് ഫേസിങ് സീറ്റ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അങ്ങനത്തെ ഒരു മോഡലുണ്ട്. പിന്നെ ബൊലേറോ ന്യൂ ഉണ്ട്, പക്ഷേ അതൊക്കെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഒന്നും അല്ല, വേറൊരു വണ്ടിയാണത്. നമ്മുടെ പഴയ TUV 300 ഫേസ് ലിഫ്റ്റ് അവർ ഈ ഒരു ബൊലേറോ ന്യൂ എന്ന് പറഞ്ഞ പേരിൽ ഇറക്കി എന്ന് മാത്രം. പക്ഷേ ആ വണ്ടിക്ക് അങ്ങനെ വലിയ രീതിയിൽ സെയിലൊന്നും കിട്ടാറില്ല. ഇനി വരാൻ പോകുന്ന പുതിയ വണ്ടിയിൽ ഒരുപാട് വീൽ ബേസ് ഓപ്ഷൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ബിലോ 4 മീറ്റർ കാറ്റഗറിയിൽ നിൽക്കുന്ന വാഹനം അവൈലബിൾ ആയിരിക്കും. നമുക്കറിയാം കറണ്ട് ബൊലേറോ അതിൻ്റെ ബാക്കിലത്തെ സ്പെയർ വീല് കൂട്ടിയില്ലെങ്കിൽ ബിലോ 4 മീറ്റർ കാറ്റഗറിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ എന്നാൽ പുതിയ വണ്ടിയിൽ വരാൻ പോകുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ സബ് 4 മീറ്റർ വണ്ടി 5 സീറ്റർ മോഡലായിരിക്കാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ അവിടെ കൊണ്ട് തീരുന്നില്ല, കാരണം ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഇതിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ ഒരു 7 സീറ്റർ ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഈ 7 സീറ്റർ ഓപ്ഷനിൽ മഹീന്ദ്ര ഫ്രണ്ട് ഫേസിങ് സീറ്റ്സ് ആയിരിക്കും കൊടുക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. പുതിയ സ്കോർപിയോണിൻ്റെ കേസിലൊക്കെ അവർ ചെയ്ത പോലെ. അതുപോലെ ഥാറിൻ്റെ കേസിലും ആദ്യം ഇറക്കിയ സമയത്ത് ഥാറിലും സൈഡ് ഫേസിങ് സീറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ സേഫ്റ്റി പ്രോട്ടോക്കോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞതോടുകൂടി മഹീന്ദ്ര അത് കളഞ്ഞു. ഇപ്പം ഫ്രണ്ട് ഫേസിങ് സീറ്റ്സ് ആണ് ഥാറിൽ വരുന്നത്. എന്തായാലും പുതിയ ബൊലേറോയിലും അങ്ങനെ തന്നെ ആയിരിക്കും. 7 സീറ്റർ മോഡൽ വരികയാണെങ്കിൽ ഫ്രണ്ട് ഫേസിങ് സീറ്റ്സ് വരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എന്നാണ് പറയുന്നത്. ഇനി ബൈ ഇവിടെ കൊണ്ടും തീരുന്നില്ല. കാരണം 7 സീറ്റർ മോഡൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മോഡലിനേക്കാൾ 4 മീറ്ററിൻ്റെ മോഡൽ തീർച്ചയായും പോകും. പക്ഷേ ഫോഴ്സിൻ്റെ സിറ്റി ലൈൻ എന്ന് പറയുന്ന പുതിയ 9 സീറ്റർ വണ്ടിയായിട്ടും കോമ്പീറ്റ് ചെയ്യാനായിട്ട് മഹീന്ദ്ര പുതിയ ബൊലേറോ റെഡിയാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ വണ്ടിയിലും ഒരു 9 സീറ്റർ സീറ്റിംഗ് കൺഫിഗറേഷൻ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് സൈഡ് ഫേസിങ് സീറ്റ്സ് ആയിരിക്കുമോ ഫ്രണ്ട് ഫേസിങ് സീറ്റ്സ് ആയിരിക്കുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ സൈഡ് ഫേസിങ് സീറ്റ്സ് ആവാനും ചാൻസ് ഉണ്ട്. കാരണം 9 സീറ്റർ കൺഫിഗറേഷനിലേക്കൊക്കെ വരുമ്പോഴേക്കും മൊത്തം ഫ്രണ്ട് സീറ്റർ ആണെങ്കിൽ വണ്ടിയുടെ ലെങ്ത്തും അവർക്ക് അതിനനുസരിച്ച് നല്ല രീതിയിൽ തന്നെ കൂട്ടേണ്ടി വരും. പിന്നെ ഫോഴ്സിൻ്റെ സിറ്റി ലൈനിന് നല്ല ലെങ്ത് ഉണ്ട്. അത് എല്ലാത്തിലും ആക്ച്വലി ആ വണ്ടിയിൽ ഫ്രണ്ട് ഫേസിങ് സീറ്റ്സ് തന്നെയാണ് ത്രൂ ഔട്ട് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ റൈവൽ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഫേസിങ് സീറ്റ്സ് മൊത്തത്തിൽ ആയിക്കൂടായൊന്നുമില്ല. അതുകൊണ്ടൊരു കൊമേഴ്ഷ്യൽ ലൈനപ്പിൽ മഹീന്ദ്ര നന്നായിട്ട് തന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയും. പിന്നെ നമുക്കറിയാം ഇപ്പോഴത്തെ ബൊലേറോയിലും പിക്കപ്പ് ട്രക്കുകളൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ തന്നെ കുറേ ഇറ്ററേഷൻസ് ഒക്കെ ആയിട്ട് ഈ പുതിയ വണ്ടിയിൽ അങ്ങനെ ഉണ്ടാവും. പുതിയ വണ്ടിയിൽ ഈ പല വീൽ ബേസ് ഓപ്ഷൻസ്, ഇപ്പം 5 സീറ്റർ മോഡലിൻ്റെ വീൽ ബേസ് ആയിരിക്കില്ല 7 സീറ്ററിന്, അതിൻ്റെ വീൽ ബേസ് ആയിരിക്കില്ല 9 സീറ്ററിന്. അങ്ങനെയൊക്കെ വീൽ ബേസിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് പിക്കപ്പിൻ്റെ കാര്യത്തിലും വ്യത്യസ്തമായിട്ടുള്ള വീൽ ബേസ് ഓപ്ഷൻസ്. നമുക്കിപ്പം സിംഗിൾ ക്യാബ് ഓപ്ഷൻ മാത്രമാണ് വരുന്നത്. പണ്ടൊക്കെ ഡ്യുവൽ ക്യാബ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കറൻ്റ്ലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മോഡൽ. ഇനിയിപ്പോൾ പുതിയ വരാൻ പോകുന്ന ജനറേഷനിൽ അവർ ചിലപ്പോൾ ഡ്യുവൽ ക്യാബ് ഓപ്ഷനുള്ള പിക്കപ്പ് ട്രക്കും പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഓട്ടോക്കാരൻ്റെ റിപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ബാക്കി ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ബൊലേറോ ഇപ്പോഴും ഒരു വർക്ക് ഹോഴ്സ് കാറ്റഗറിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഇത്രയൊക്കെ ഡേറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടിയായിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് കയറുകയാണെങ്കിൽ വളരെ ബെയർ ബേസിക് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. എന്നാൽ പോലും മന്ത്ലി സെയിൽ എടുക്കുകയാണെങ്കിൽ 9,000-10,000 ഈ വണ്ടിക്ക് ഈസി ആയിട്ട് ഇപ്പോഴും സെയിൽ കിട്ടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടുന്ന ഇപ്പോഴത്തെ മഹീന്ദ്ര വണ്ടി എന്ന് പറയുന്നത് സ്കോർപിയോ എന്നും ക്ലാസിക്കും രണ്ടിനും കൂടെ കമ്പൈൻഡ് സെയിൽസ് ആണ്. അത് ഏകദേശം 10,000-12,000 പക്ഷേ അതിന് തൊട്ട് താഴെ പിടിച്ച് ഈ വണ്ടി നിൽപ്പുണ്ട്. അല്ലാണ്ട് അവരുടെ ഭയങ്കര മോഡേൺ ആയിട്ടുള്ള XUV 700 അല്ലെങ്കിൽ സബ് 4 മീറ്റർ കാറ്റഗറിയിൽ നിൽക്കുന്ന XUV 300 ഇത്തരത്തിലുള്ള വണ്ടികളൊന്നും അല്ല ഏറ്റവും കൂടുതൽ സെയിൽ വാങ്ങിക്കൂട്ടുന്നത്. നമ്മുടെ സ്കോർപിയോ എന്നും അതുപോലെ തന്നെ ബൊലേറോ സീരീസിൽ നിൽക്കുന്ന വണ്ടികളുമാണ്. അതുകൊണ്ട് തന്നെ പുതിയ വണ്ടി ഇത്രയും വീൽ ബേസ് ഓപ്ഷൻസിൽ വരുമ്പം ഇതിനും സെയിൽ കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയിപ്പോൾ നമ്മൾ കണ്ടറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഥാറിൻ്റെ കാര്യത്തിൽ മഹീന്ദ്ര ചെയ്ത പോലെ തന്നെ ഇതും ഒരു ലൈഫ് സ്റ്റൈൽ വണ്ടിയായിട്ട് അവർ മാറ്റുമോ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ 7 സീറ്റർ 9 സീറ്റർ തുടങ്ങിയ മോഡൽസ് ഈ കമേഴ്ഷ്യൽ യൂസിനൊക്കെ വിട്ടുകൊടുത്തുകൊണ്ട് 5 സീറ്റർ മോഡൽ ഒരു ലൈഫ് സ്റ്റൈൽ വണ്ടിയായിട്ടൊക്കെ അവർക്ക് വയ്ക്കാൻ പറ്റുമെങ്കിൽ അതൊരു വളരെ മികച്ച തീരുമാനമായേനെ. കാരണം സബ് 4 മീറ്റർ കാറ്റഗറിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഇത് ഇനിയും ലാഡർ ഫ്രെയിം ഷാസിയിൽ തന്നെ ആയിരിക്കും ബേസ് ചെയ്യാൻ പോകുന്നത്. അല്ലാണ്ട് ഇത് മോണോകോക്കിലേക്കൊന്നും
തീർച്ചയായും മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വണ്ടി റിയർ വീൽ ഡ്രൈവ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒട്ടുമിക്ക മോശപ്പെട്ട ടെറൈൻസിലൊക്കെ നമുക്ക് ഈ വണ്ടി വീൽ സ്പിൻ ആവാതെയോ അല്ലെങ്കിൽ ഈ പെട്ടെന്ന് സ്റ്റക്ക് ആവാതെയോ ഒക്കെ കൊണ്ടുപോകാൻ പറ്റും. അത് റിയർ വീൽ ഡ്രൈവിൻ്റെ ഒരു ക്യാരക്ടറാണ്. ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടികൾക്ക് തീർച്ചയായും ആ ഒരു സംഭവം പറ്റില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള വണ്ടികൾ ഇപ്പോൾ നമ്മൾ ഥാർ എടുത്താലും സ്കോർപ്പിയോ എൻ എടുത്താലും ഒക്കെ തന്നെ മഹീന്ദ്ര വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് ആ രണ്ട് വണ്ടികളും അതിൻ്റെ പഴയ ജനറേഷൻ മോഡൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വരുത്തിയത്. അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ വാഹനത്തിലും വരും എന്നെനിക്കൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യമൊന്നും നമുക്ക് കൺഫേം ആയിട്ട് ഇതുവരെയൊന്നും കിട്ടിയിട്ടില്ല. മിക്കവാറും പഴയ എഞ്ചിൻ തന്നെ ആയിരിക്കും വരുന്നത്. പ്രത്യേകിച്ച് സബ് 4 മീറ്റർ കാറ്റഗറിയിൽ നിൽക്കുന്ന ആ ഒരു വാഹനത്തിൽ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ, ഇപ്പോൾ ആക്ച്വലി ബൊലേറോയിൽ 1.5 ലിറ്റർ ഡീസലാണ് വരുന്നത്. പണ്ട് 2.5 ലിറ്റർ ഡീസലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അഗെയിൻ സബ് 4 മീറ്റർ ബെനിഫിറ്റ്സ്, അതായത് എക്സൈസ് ഡ്യൂട്ടിയുടെ വ്യത്യാസമൊന്നും അതിൻ്റെ അകത്ത് അവർക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഈ 8% എക്സൈസ് ഡ്യൂട്ടി വരുന്ന 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ അവർ ഇതിൻ്റെ അകത്ത് കൊടുത്തത്. അത് ഈ വണ്ടി സബ് 4 മീറ്റർ ആയതുകൊണ്ടാണ്. അപ്പോൾ 4 മീറ്റർ ആയിരുന്നെങ്കിൽ കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സബ് 4 മീറ്റർ കാറ്റഗറിയിൽ ഇനി വരാൻ പോകുന്ന വണ്ടിയിലും മിക്കവാറും ഈ 1.5 ലിറ്റർ എഞ്ചിൻ തന്നെയായിരിക്കും വരുന്നത്. പക്ഷേ അത് വലിയ പ്രശ്നമുള്ള കേസൊന്നും അല്ല. കാരണം ഇതേ എഞ്ചിന് തന്നെ നല്ല രീതിയിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതിൻ്റെ ഷോർട്ട് ഗിയർ റേഷ്യോസ് ആക്കി വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ടോർക്കും ഈ ഒരു എഞ്ചിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ അപ്പോൾ 4 മീറ്റർ കാറ്റഗറിയിലേക്ക് പോകുമ്പം അവർക്ക് വേണമെങ്കിൽ താറിലും സ്കോർപ്പിയോനിലും ഒക്കെ ഉള്ള ആ 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനും ഈസി ആയിട്ട് കൊടുക്കാവുന്നതുള്ളൂ. അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇനി ഫീച്ചേഴ്സിലേക്കൊക്കെ വരികയാണെങ്കിൽ ഈ വണ്ടിയുടെ ടെസ്റ്റിംഗ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ ടെസ്റ്റിംഗ് ഇമേജ് കണ്ടാലും നമുക്ക് കറക്റ്റ് എന്തൊക്കെ വരും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഈ വണ്ടിയിൽ വരും എന്ന് പറയാൻ പറ്റും. പക്ഷെ എന്നാൽ പോലും ഇതൊരു വർക്ക് ഹൗസ് ടൈപ്പിലുള്ള വണ്ടി ആയതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. മിക്കവാറും ഒരു പുതിയ ടച്ച് സ്ക്രീനൊക്കെ വരുമായിരിക്കും. പക്ഷെ അതൊന്നും അല്ലാണ്ട് ഭയങ്കര വലിയ ഫീച്ചേഴ്സ് ഞാൻ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നില്ല. അല്ലെ പിന്നെ അവർ ബിലോ 4 മീറ്റർ കാറ്റഗറിയിൽ വരുന്ന 5 സീറ്റർ മോഡൽ എന്തെങ്കിലുമൊക്കെ ഇന്നോവേഷൻസ് ചെയ്യണം. മറ്റുള്ള കൊമേഴ്ഷ്യൽ യൂസിനുള്ള വണ്ടികൾ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഗൈസ്, അതാണ് നമ്മുടെ പുതിയ ജനറേഷൻ ബൊലേറോയുടെ വിശേഷങ്ങൾ. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് കിട്ടുകയാണെങ്കിൽ ഞാൻ അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.